ഡാൻസറായി വേദികളിൽ എത്തി പിന്നീട് സിനിമയിലേക്കും എത്തിയ വ്യക്തിയാണ് നടൻ വിനായകൻ. 30 വർഷം നീണ്ട അഭിനയ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത വിനായകൻ മലയാളത്തിന്റെ അതിരുകൾ ഭേദിച്ച് മറ്റു ഭാഷകളിലും ശ്രദ്ധേയനായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കളങ്കാവൽ പ്രീ റിലീസ് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടുള്ള മമ്മൂട്ടിയുടെയും വിനായകന്റെയും പരസ്പരമുള്ള പെരുമാറ്റ രീതിയും സംസാരവുമെല്ലാം സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധ നേടിയിരുന്നു. മമ്മൂട്ടിക്കൊപ്പം പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അത്യാവശ്യം നെഗറ്റീവുകളും വിനായകന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ മുഴുവൻ കഴിഞ്ഞ 2 ദിവസമായി മമ്മൂട്ടി വിനായകൻ കോംബോയെ പ്രകീർത്തിക്കുന്നുമുണ്ട്. ആരെ ബഹുമാനിക്കണം, ആർക്കു മുമ്പിൽ നന്നായി പെരുമാറണമെന്ന് വിനായകന് വ്യക്തമായി അറിയാം എന്നതടക്കമുള്ള കമന്റുകളും വീഡിയോകൾക്ക് താഴെ വന്നിരുന്നു. എന്നാൽ എന്ത് എരപ്പത്തരം കാണിച്ചാലും കക്കാനും നിൽക്കാനും അറിയാവുന്ന വ്യക്തിയാണ് നടൻ വിനായകനെന്ന് പറയുകയാണ് ബിഗ് ബോസ് താരം സായി കൃഷ്ണ. പുതിയ അഭിമുഖങ്ങൾ കണ്ടപ്പോൾ വിനായകനിലെ യഥാർത്ഥ വ്യക്തിത്വം എക്സ്പോസ് ആയ പോലെ തോന്നിയെന്നും കളങ്കാവൽ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. മമ്മൂട്ടിയുണ്ട്, വിനായകനുമുണ്ട്. സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോൾ മമ്മൂക്ക വിനായകനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നുവെന്നും സായി കൃഷ്ണ പറയുന്നു. എന്നാൽ അടിപൊളിയായി മമ്മൂക്ക വിനായകനെ ഹാൻഡിൽ ചെയ്തു. ഒരു കുട്ടിയൊക്കെ നിൽക്കുന്നത് പോലെയാണ് മമ്മൂക്കയ്ക്കരികിൽ വിനായകൻ നിന്നത്. കാരണം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി അഭിമുഖങ്ങളിലും വിനായകൻ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മനോരമ ന്യൂസിനൊക്കെ അഭിമുഖം നൽകിയിരുന്നു. അത് കണ്ടപ്പോൾ ചങ്ങായി ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്നാണ് തോന്നിയത്. ആളുകൾക്ക് അനുസരിച്ചും തരത്തിനനുസരിച്ചും നിൽക്കാനും സംസാരിക്കാനും വിനായകന് അറിയാം. മനോരമ ഇന്റർവ്യൂവിന് മറ്റൊരു രസമുണ്ട്. അത് അപ്ലോഡായി കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രൈവറ്റായി. പിന്നീട് ആ അഭിമുഖത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. ഇപ്പോൾ 14 മിനിറ്റ് മാത്രമേ ഉള്ളൂ. വിനായകൻ വീണ്ടും എയറിൽ ഇനി പോകേണ്ടെന്ന് കരുതി കട്ട് ചെയ്ത് കളഞ്ഞതാകും. സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ വല്ലപ്പോഴും റിയാക്ട് ചെയ്യുന്നയാളാണ് വിനായകൻ. സ്വയം ഒരു റെവല്യൂഷനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാറുള്ളയാളാണ്. പുതിയ അഭിമുഖം കണ്ടപ്പോൾ വിനായകന്റെ യഥാർത്ഥ രൂപം പുറത്തു വന്നതുപോലെയാണ് തോന്നിയത്. പോലീസ് സ്റ്റേഷൻ പല സമയങ്ങളിലും വിനായകന് തറവാട് പോലെയായിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കള്ളു കുടിച്ച് എന്തെങ്കിലും പറഞ്ഞ് ആളുകളിലേക്ക് ഇടിച്ചു കയറുന്ന പരിപാടി ഇയാൾക്കുണ്ട്. എന്നാൽ ഇതേ സ്വഭാവം കൊണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അടുത്തു പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ നിലനിൽപ്പുണ്ടാകില്ല. കക്കാനും നിൽക്കാനും പഠിച്ചവനാണ് വിനായകനെന്ന് പുതിയ അഭിമുഖത്തിൽ നിന്നും മനസ്സിലായി. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പക്ക പ്രൊഫഷണലാണ്. അവർ വിനായകൻ വന്നാലും കംഫോർട്ടാക്കി നിർത്തിയേ പെരുമാറൂ. പേഴ്സണൽ ലൈഫിൽ എന്ത് കാണിച്ചാലും ആരെയൊക്കെ വെറുപ്പിക്കണം, ആരെയൊക്കെ സൂഹിപ്പിക്കണമെന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളയാൾ. നാട്ടുകാർക്ക് ബുദ്ധിയും വിവേകവും ഉള്ളതുകൊണ്ടാണ് വിനായകൻ എന്ന അഭിനേതാവിനെ നാട്ടുകാർ ഇഷ്ടപ്പെടുന്നത്. വിനായകന് ബുദ്ധിയും വിവേകവും കുറച്ച് കൂടുതലാണ്. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥ വിനായകനുണ്ടെങ്കിൽ അതിന് കാരണം വിനായകൻ തന്നെയാണെന്നും സായി കൃഷ്ണ പറയുന്നു. 100 കാര്യം പറഞ്ഞാൽ 99 ബടക്ക് കാര്യമാണെന്നും സായി കൃഷ്ണ പറയുന്നു. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ ഡിസംബർ 5-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുക.